ഗുഡ് മോർണിംഗ് ഓൾ. ഇ കോമേഴ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഇ കോമേഴ്സ് ആണ്. ഇ കോമേഴ്സിൻ്റെ വരവോട് കൂടിയിട്ട് ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. കസ്റ്റമർ സൈഡിൽ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ട്രഡീഷണൽ ബിസിനസ്സിന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ എൻ്റെ എക്കോണമിക്ക് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് പോസിറ്റീവ് ഇമ്പാക്ട്സും ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്ട്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നോക്കുന്നത്, രണ്ട് ക്ലാസ്സിലായിട്ടാണ് ഇമ്പാക്റ്റ് പറയുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇമ്പാക്റ്റുകൾ സംഭവിച്ചിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇ കൊമേഴ്സ് ഹാസ് ബിക്കം വെരി പോപ്പുലർ മോഡ് ഓഫ് ട്രേഡിംഗ് ദിസ് ഡേയ്സ്. ഇ കൊമേഴ്സ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രോഡക്ട്സ്, ഐറ്റംസ് ഓർ സർവീസസ് ത്രൂ internet medium. Anyone with an internet connection can start with e-commerce trading. It's not just limiting to selling and marketing. It is a notable impact to all these areas of business. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ മുഖാന്തരം ട്രേഡിങ് നടത്തുക, സാധനങ്ങൾ വാങ്ങുക വിൽക്കുക ചെയ്യുന്ന പ്രോസസ്സാണ്. ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇ കൊമേഴ്സിൻ്റെ വരവോട് കൂടിയിട്ട് എല്ലാ ബിസിനസ് ഏരിയയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇ കൊമേഴ്സ് ഹാസ് ആൾട്ടേർഡ് ദ വർക്ക് ഫോർ ബിസിനസ്. സിൻസ് ഇറ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ, ഇ കൊമേഴ്സ് ഹാസ് ഹാഡ് ആൻ ഇമ്പൾസ് ഇമ്പാക്റ്റ് ഓൺ ദി സൊസൈറ്റി ആൻഡ് ദി ബിസിനസ് സ്ട്രക്ചർ ഓൺ എ ഗ്ലോബൽ ലെവൽ. നമ്മുടെ ഇ കൊമേഴ്സിൻ്റെ വരവോട് കൂടിയിട്ട് ബിസിനസ്സിൻ്റെ വർക്ക് ഫ്ലോ തന്നെ മാറിപ്പോയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നടക്കുന്ന ബിസിനസ് പോലെയല്ല ഇ കൊമേഴ്സിൻ്റെ വരവോട് കൂടിയിട്ട് നടന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ട്രഡീഷണൽ കൊമേഴ്സ് രൂപത്തിൽ അല്ലെങ്കിൽ പഴയ രൂപത്തിലുള്ള കൊമേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിശ്ചിത പീരീഡ് ഉണ്ടാവും കസ്റ്റമർക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ 10 മണി മുതൽ ഒരു വൈകിട്ട് 10 മണി വരെ അങ്ങനെ ഒരു ടൈം ഉണ്ടായിരിക്കും. പക്ഷേ ഇ കൊമേഴ്സ് എന്ന കോൺസെപ്റ്റ് വന്നതോട് കൂടിയിട്ട് അത് 24/7 × 365 എന്ന് പറയാം. 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. വർഷത്തിൽ ഒരിക്കലും ഒരു ദിവസം പോലും ലീവില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റയർ ബിസിനസ്സിൻ്റെ ഫ്ലോ തന്നെ ഇ കൊമേഴ്സിൻ്റെ വരവോട് കൂടിയിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ഹാസ് ഇൻക്രീസ്ഡ് എവരി വൺസ് ലൈഫ്. ദ ഇൻ്റർനെറ്റ് ഹാസ് ബിക്കം ആൻ അൺഡിവിഡൻറ്റ് പാർട്ട് ഓഫ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ലൈഫ് ബിക്കോസ് ഓഫ് ദി ഡീപ്പനിങ് എഫക്ട്സ് ഇറ്റ് ഹാസ് ഓൺ ദി ലൈഫ്സ്. People prefer to stay at home and make online transactions instead of going to the bank or purchase goods online as they are too busy. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ലൈഫാണ്. നമ്മൾ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത രീതിയിൽ നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഭയങ്കര ബിസിയാണ്. സാധാരണ രീതിയിൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ബാങ്കിലൊക്കെ പോയി വരി നിന്നിട്ട് പൈസ ട്രാൻസാക്ഷൻ പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ഓൺലൈൻ മുഖാന്തരമായി മാറുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇ കൊമേഴ്സിൻ്റെ വരവോട് കൂടിയിട്ടുണ്ടായ ജനറലായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഇ കൊമേഴ്സ് ഓൺ എക്കോണമി. എക്കണോമിയിൽ എങ്ങനെയൊക്കെയാണ് ഇ കൊമേഴ്സിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ടുള്ളത് നോക്കാം. ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഈസ് ദ മോസ്റ്റ് ബേസിക് എക്കണോമിക് ട്രാൻസാക്ഷൻ. എനി ആൾട്ടറിങ് ഇൻ ദിസ് റിഫ്ലക്റ്റ് ഇൻ ദി supply chain management. The number of consumers purchasing online has increased gradually with the increased use of internet. The buyers and sellers are no longer restricted to retail store. With a few clicks, list of hundreds of products can be accessed. The growth of e-commerce has reduced consumer search to different retail stores, and which results in decreasing of small retail stores or business which are not involved in e-commerce. The larger business such furniture stores, book outlets, automobiles dealers are able to compete in this environment. B2B e-commerce has also emerged in the online market with increase in online users. ഈ സെൻറ്റൻസിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇ കൊമേഴ്സ് എന്തൊക്കെ എഫക്റ്റുകളാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഒന്നാമത് ഇ കൊമേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റിൻ്റെ ഡെയിലി യൂസോട് കൂടിയിട്ട്
സാധനങ്ങൾ വാങ്ങുക വിൽക്കുക എന്നുള്ളത് ഇറ്റ്സ് എ എക്കണോമിക് ട്രാൻസാക്ഷനാണ്. സാമ്പത്തികപരമായിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും, അതേപോലെ വിൽക്കാൻ പറ്റും. അതേപോലെ ഈ ഓൺലൈനിലുള്ള യൂസേഴ്സിൻ്റെ എണ്ണം, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൂടിയതോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ ഓൺലൈൻ മീഡിയ യൂസ് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങലും വിൽക്കലും തുടങ്ങി. നമ്മൾ ഒരു കടയിൽ നിന്ന് പറ്റിയില്ലെങ്കിൽ മറ്റേ കടയിൽ പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ കട ഇങ്ങനെ മാറി 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 സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ഉണ്ട്. ഇ കൊമേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്ക്, ഒരു കുറച്ച് ക്ലിക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രോഡക്ട്സ്, നമ്മളെ ഹൺഡ്രഡ്സ് ഓഫ് പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചാർട്ടുകളായിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും. ബിസിനസ് ടു ബിസിനസ്സിനെ അങ്ങനത്തെ ട്രാൻസാക്ഷൻ പോലും ഇ കൊമേഴ്സിൻ്റെ വരവോട് കൂടിയിട്ട് കൂടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. The growth of e-commerce sales has provided an exponential growth in the branch of logistics as the e-commerce platform integrated third-party logistics vendors such as FedEx, UPS, Blue Dart, etc. നമ്മൾ ഈ പ്രോഡക്ട്സ് കസ്റ്റമർ അടുത്ത് ഡെലിവറി ചെയ്യുന്ന സംഭവമാണ് ലോജിസ്റ്റിക്സിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈനിലൂടെ വാങ്ങുന്ന ഈ ഒരു പ്രോഡക്ട്സ് ഇതുപോലത്തെ ഫെഡെക്സ്, ഇൻ്റർനാഷണലി കൊറിയർ ചെയ്യുന്ന സർവീസുകളാണ് ഫെഡെക്സ്, ബ്ലൂ ഡാർട്ട്, UPS ഒക്കെ. ഇവരെ സർവീസസ്, ഇവരെ ബിസിനസ് വളരെയധികം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സാധനം ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ആ പ്രോഡക്ട്സ് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചു തരുന്നത് ഈ പറഞ്ഞിട്ടുള്ള തേർഡ് പാർട്ടി കമ്പനികളാണ്. തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കമ്പനി അല്ല, ബയറും സെല്ലറും അല്ല, പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തരുന്ന ഇതുപോലത്തെ കമ്പനികളും ഡെവലപ്പ് ആയിട്ടുണ്ട്. അതും കമ്പനിയിൽ ഒരു എക്കണോമിക് ഗ്രോത്തിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പുറമെ വേറൊരു പ്രശ്നമുണ്ട്. സാധാരണ രീതിയിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ, ചെറുകിട ബിസിനസ്സുകൾ, മാറാൻ വില്ലിങ് അല്ലാത്ത ബിസിനസ്സുകളൊക്കെ ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഇ കൊമേഴ്സ് ഓൺ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൽ എങ്ങനെയാണ് ഇ കൊമേഴ്സിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം. The number of customers purchasing online has increased gradually with the increased use of internet. ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം മൂലം, ഇൻ്റർനെറ്റിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗം മൂലം കസ്റ്റമേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. Peoples are too busy nowadays to go to the bank or purchase goods by going to the market. So, e-commerce has made their life more convenient. നമുക്കറിയാം കസ്റ്റമേഴ്സിന് വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസി ലൈഫ് ഷെഡ്യൂളുള്ള കസ്റ്റമേഴ്സ് അവർ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോകുക, അങ്ങനത്തെ പ്രോസസ്സൊക്കെ വളരെയധികം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതെല്ലാം ഓൺലൈനിലൂടെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ആൾക്കാർ വാങ്ങിക്കുന്നത്. ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങുന്ന ആ ഒരു സിസ്റ്റമൊക്കെ നമുക്ക് മാറിയില്ലേ. ഇപ്പോൾ സൊമാറ്റോ അങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഭക്ഷണം വരെ നമ്മളെ വീട്ടിൽ ഇങ്ങോട്ട് വരുന്നൊരു സിസ്റ്റമായി മാറിയിരുന്നു. Customers today search on Google about the products they wish to purchase. Google, being the powerful search engine, show hundreds of products matching the customer needs. ഒരു കസ്റ്റമർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും കസ്റ്റമർ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കാലത്ത് നേരെ അത് ഗൂഗിൾ ചെയ്യും. ആ വാക്ക് ശ്രദ്ധിക്കണം, ഗൂഗിൾ ചെയ്യാന്ന് പറയാം. പണ്ട് കാലത്ത് നമ്മൾ ഒരു സാധനം സെർച്ച് ചെയ്യാന്ന് പറഞ്ഞതിന് പകരം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യുക. നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഗൂഗിൾ പോയിട്ട് എന്ത് ചെയ്യും, അത് സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള, കസ്റ്റമറിന് ആവശ്യമുള്ള ഒരു പ്രൊഡക്ട്സിൻ്റെ പേര് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹൺഡ്രഡ്സ് ഓഫ് വെറൈറ്റീസ് നമുക്കതിൽ കാണാൻ പറ്റും. അതിൻ്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ പ്രൊഡക്റ്റിൽ വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ കോൺഫിഗറേഷന്, വെറൈറ്റി കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നത്, എല്ലാ രൂപത്തിലുള്ള പ്രോഡക്ട്സും നമുക്കതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതാണ് കസ്റ്റമർ വന്നത് മാറ്റം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പാക്ട്സ് ഓഫ് ഇ കൊമേഴ്സ് ഓൺ ട്രഡീഷണൽ കൊമേഴ്സ് ആൻഡ് ഇമ്പാക്ട്സ് ഓഫ് ഇ കൊമേഴ്സ് ഓൺ ഓൺലൈൻ ബിസിനസ്. ഇവർക്ക് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് നോക്കാം. E-commerce is eternal. The threat of e-commerce is to all, for small startup and huge corporation. E-commerce എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്തുള്ള ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ഇത്. ചെറിയ രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ട് വലിയ രീതിയിലുള്ള എൻ്റർപ്രൈസസിന് വരെ, വലിയ രീതിയിലുള്ള ഹ്യൂജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ നടക്കുന്ന ബിസിനസ്സിൽ വരെ ഈ ഇ-കൊമേഴ്സ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. The ultimatum from e-commerce is extreme for all the traditional old school business who are not willing to accept the changing business landscape. മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിനൊപ്പം മാറാൻ റെഡിയല്ലാത്ത ഏതൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടോ അവർക്കെല്ലാം ഇ കൊമേഴ്സ് ഒരു ത്രെട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അവർക്കൊരു എന്താ പറയുക, ഭീഷണിയാണ് സത്യത്തിൽ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും, ചെറിയ രീതിയിലുള്ള ബിസിനസ് ആണെങ്കിൽ വരെ
ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഓൺലൈൻ മേഖലയിൽ കൂടി അത് ഡെവലപ്പ് ആക്കുന്ന അല്ലെങ്കിൽ അതിനെ വികസിപ്പിക്കുന്ന ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻ മസ്റ്റ് ട്രൈ sticking to their core practices and other technical functions, outsource and taking to skilled enterprise. പറഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ ചില ബിസിനസ്സുകൾ അവിടെ നിൽക്കുന്നുണ്ട്, ചില ബിസിനസ് അതെന്നിട്ട് അവർ യുണീക്കാണ്, അങ്ങനത്തെ അവർക്ക് കോമ്പറ്റീഷൻ കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സ് നേരിട്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പ്രോഡക്ട്സുകളുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവർക്ക് നിലനിന്ന് പോകാൻ പറ്റും. അല്ലാത്ത ആൾക്കാർക്കെല്ലാം ഭാവിയിൽ ഒരു ത്രെട്ടായിട്ടാണ് വരുന്നത്. ഇൻ കേസ് എന്താ പറയുക, നമ്മൾ സൂപ്പർ മാർക്കറ്റുകൾ വരെ അങ്ങനെ ആയി മാറുകയാണ്, ഇ കോമേഴ്സ് രൂപത്തിലേക്ക് ആയി മാറുകയാണ് എംപ്ലോയീസിനെ കുറച്ചിട്ട്. ഇനി കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഇ കൊമേഴ്സ് വന്നതോട് കൂടിയിട്ട് കുറച്ച് ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രൊഡക്റ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു പ്രോസസ്സ് നിങ്ങൾ പഠിക്കും നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ, അയാൾ അത് സാധനം പ്രൊഡ്യൂസ് ചെയ്തു, എന്നിട്ട് അത് പാക്ക് ചെയ്ത് ഗുഡ്സ് ആയി കഴിഞ്ഞാൽ അത് നേരെ ഹോൾസെയിലർ സ്വീകരിക്കും. ആ ഹോൾസെയിലർ എന്ത് ചെയ്യും, അത് ചെറിയ രീതിയിലുള്ള റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് പോകും. ആ റീറ്റെയിലേഴ്സ് അത് നേരെ കസ്റ്റമർക്ക് അല്ലെങ്കിൽ കൺസ്യൂമർക്ക് ആ സാധനം കൊടുക്കും. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സപ്ലൈ ചെയിൻ ഉള്ളത്. പക്ഷേ ഈ ഒരു ഫോർമുല ഇപ്പോഴത്തെ കാലത്ത് ഇ കൊമേഴ്സ് വന്നതോട് കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാനുഫാക്ചറിൽ നിന്ന് ഡയറക്റ്റ് കൺസ്യൂമർക്ക് ആ പ്രൊഡക്റ്റ് എത്തുന്ന ഒരു സിസ്റ്റമാണ് ഇ കൊമേഴ്സിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ എന്നുള്ള കോൺസെപ്റ്റ് ഇ കൊമേഴ്സിൽ വന്നതിൻ്റെ വലിയൊരു ഇമ്പാക്റ്റാണ്. ബിസിനസ് ക്യാൻ സെൽ ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ് നൗ വിത്തൗട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എനി മിഡിൽ മാൻ. ഇ കൊമേഴ്സ് ഹാസ് എലിമിനേറ്റഡ് the use of middlemen, due to which the costs are reduced. So business owners are able to earn higher profits. നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൽ ഈ മിഡിൽ മാൻ ഒഴിവാക്കിയതോട് കൂടിയിട്ട് മാനുഫാക്ചർ ഡയറക്റ്റ് കസ്റ്റമർക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ മിഡിൽ മാന് കൊടുക്കുന്ന കമ്മീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് മാൻ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി കസ്റ്റമർക്കും ബെനിഫിറ്റ് തന്നെയാണ്, കോസ്റ്റ് കുറയാനുള്ള സാധ്യതയും കൂടുതലാണ്. നെക്സ്റ്റ്, മാർക്കറ്റിങ്ങിൽ വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആസ് ഇ കൊമേഴ്സ് ഹാസ് ചേഞ്ച് ദ പർച്ചേസിംഗ് മെത്തേഡ്സ് ഓഫ് പീപ്പിൾ, ഇറ്റ് ഈസ് expected that the marketing methods must also change. People search on Google first, even if they want to make a purchase on a physical shop. So, with this rise of e-commerce, digital marketing has replaced traditional marketing methods. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ പറഞ്ഞിട്ടുള്ളത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം. നമ്മൾ ആ മൊബൈൽ ഫോൺ ആ കടയിൽ പോയിട്ടാണ് നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം അത് ഗൂഗിളിൽ നോക്കും, അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കും, അതിൻ്റെ കളർ നോക്കും, അതിൻ്റെ പ്രൈസ് നോക്കും. എല്ലാം കസ്റ്റമർ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടാണ് ഈ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ കസ്റ്റമർ മാർക്കറ്റിങ്ങിന് എൻ്റയർ മാർക്കറ്റിംഗ് സ്ട്രക്ചർ തന്നെ മാറാൻ പോവാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഓൾവേസ് അവെയർ അബൌട്ട് ദ പ്രോഡക്ട്സ് ആണ്. അതിൻ്റെ വെറൈറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. രണ്ടാമത്തെ മൊഡ്യൂളിൽ മാർക്കറ്റിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മൾ അതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാണ്ട്. നെക്സ്റ്റ് വരുന്നത് ഹയർ പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സെയിൽസ് ഇൻ ഇ കൊമേഴ്സ്, ദ ട്രഡീഷണൽ കൊമേഴ്സ് സെയിൽസ് ഹാവ് ബീൻ downgraded. 24/7 available and the convenience has resulted the huge profits. നമ്മൾ പറഞ്ഞു നേരത്തെ ആദ്യ സമയത്ത് ട്രഡീഷണൽ കൊമേഴ്സിൽ ഒരു ഫിക്സ്ഡ് പീരീഡ് ഉണ്ടാവും നമുക്ക് കസ്റ്റമർക്ക് സാധനം വിൽക്കാൻ വേണ്ടിയിട്ട്. അതായത് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ, അതല്ലേ നമ്മൾ ഷോപ്പ് തുറക്കുള്ളൂ. പക്ഷേ ഈ കൊമേഴ്സിൽ ആ ഒരു പ്രോസസ്സ് ഇല്ല. 24/7 × 365 ആണ്. 24 മണിക്കൂർ ഉണ്ടാവും. അത് 365 ദിവസം വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ ഉദ്ദേശിക്കുന്നത് ഓരോ സെയിൽസ് നടക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസാക്ഷൻ. അങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കും. ഓട്ടോമാറ്റിക്കലി ഒരുപാട് പ്രോഡക്ട്സ് സെല്ല് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ഇൻക്രീസ് ആവും. ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ്. ഓൾ ദി കസ്റ്റമേഴ്സ് ഫ്രം overall the world can access your products by simple settings sitting at home. It is due to the huge impact of e-commerce. It is very easier to differentiate the price online. നമ്മളെ പ്രോഡക്ട്സ് ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്കാക്കുന്നത് ലോകം മുഴുവൻ ഒരൊറ്റ സിംഗിൾ മാർക്കറ്റ് ആയിട്ടാണ് കണക്കാക്കുക. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ഏതൊരു പ്രോഡക്ട്സിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചിട്ട് ആ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും.
അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് വാങ്ങിയാൽ മതി. ഇതെല്ലാം ഇ കോമേഴ്സ് കൊണ്ടുള്ള ഇമ്പാക്റ്റുകളായിട്ട് നമുക്ക് പറയേണ്ടതാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പോസിറ്റീവ് ഇമ്പാക്ട്സും നെഗറ്റീവ് ഇമ്പാക്ട്സും പറയാം. താങ്ക് യു വെരി മച്ച്.